നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ദ്രോഹിച്ചവരോട് ക്ഷമിക്കാതെ ശിക്ഷിക്കുന്നവർ നേടുന്നത് അല്പനേരത്തെ സന്തോഷം മാത്രം. മറിച്ച് ക്ഷമിച്ചവർ നേടുന്നത് ജീവിതാന്ത്യം വരെ വാഴ്ത്തപ്പെടുന്ന കീർത്തിയും. മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നമ്മിൽ എത്ര തന്നെ ദുഃഖമുണ്ടാക്കുന്നതായാലും അതെല്ലാം സഹിക്കുന്നതാണ് നമുക്ക് ലോകത്ത് കിട്ടുന്ന പ്രശസ്തി. അല്ലാതെ ഒരുവൻ നമ്മിൽ ചെയ്യുന്ന തിന്മയ്ക്കെതിരെ പ്രതികരിക്കുക ധർമ്മമല്ല. ആ പ്രതികരണം ചിലപ്പോൾ കുറച്ച് സമയം നമ്മിൽ സന്തോഷം ജനിപ്പിക്കും. കാരണം തിന്മയെ നാം തിന്മയാൽ നേരിട്ട് ജയിച്ചല്ലോ എന്നോർത്ത്. എന്നാൽ ആ കർമ്മത്താൽ കിട്ടുന്ന സന്തോഷം താൽക്കാലികം മാത്രമല്ല. കാലപ്പഴക്കത്തിൽ ആ സന്തോഷം വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചെന്ന് വരാം. ഇടതുകവിളിൽ അടിവാങ്ങിയ തൻ്റെ വലതുകവിളും കാണിച്ചു കൊടുത്ത ഗാന്ധിജിയുടെ ക്ഷമയാണ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തി. ഹിംസയ്ക്ക് ഹിംസ അധർമ്മമാണ്. ഹിംസയെ അഹിംസയാൽ ജയിക്കുന്നതിനാണ് ധർമ്മവും കീർത്തിയും നിലകൊള്ളുന്നത്. മറ്റുള്ളവരുടെ തിന്മകളിൽ നിന്ന് അവർക്കുണ്ടാകുന്ന പാപഭാരം മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നത് തെളിഞ്ഞ മനസ്സാണ്. പിതാവേ, പാപം ചെയ്യുന്ന ഇവരോട് ക്ഷമിക്കണമേ എന്ന് ബൈബിൾ വാക്യവും മറ്റുള്ളവർക്കായുള്ള പ്രാർത്ഥനയാണ്. ഹിംസയെ സഹിഷ്ണുതാബോധത്തോടെ നേരിടുന്നതാണ് ധർമ്മം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്ധജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപി ചലാം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്ധജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 4 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. സൂക്ഷ്മമായ ആത്മാനുസന്ധാനത്തിനും തുടർന്ന് ആത്മബ്രഹ്മൈക്യബോധത്തിനും ഉതകുന്ന
ഉപദേശങ്ങൾ, പ്രക്രിയകളെല്ലാം ഒന്നൊന്നായി പറഞ്ഞു തരികയാണ് ഇവിടെ. തുടർന്ന് ദേഹം പ്രാണമപീന്ദ്രിയണ്യപി ചലം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്ധജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഹാവ്യാമോഹസംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ദേഹം പ്രാണമപീന്ദ്രിയണ്യപി ചലം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീബാലാന്ധജഡോപമാസ്ത്വഹമിതി ഭ്രാന്താഭൃശം വാദിനഃ മായാശക്തിവിലാസകൽപ്പിതമഹാവ്യാമോഹസംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ദേഹം, ദേഹത്തെ, പ്രാണം, പ്രാണനെ, അപി ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ, ചലാം ബുദ്ധിം, ചലിക്കുന്ന സ്വഭാവത്തോടു കൂടിയ ബുദ്ധിയെ അഥവാ അന്ധകരണത്തെ, ശൂന്യം, ശൂന്യമെന്ന് അഥവാ ശൂന്യത്തെ, വിദുഹു അറിയുന്നു. എന്തറിയുന്നു? അഹമിതി ഞാൻ എന്ന്. ആരാണ് ഞാൻ എന്ന ചോദ്യത്തിന് ദേഹമെന്നും പ്രാണനെന്നും ഇന്ദ്രിയങ്ങളെന്നും ചഞ്ചലമായ ബുദ്ധിയെന്നും ഇനി ശൂന്യമെന്നും എല്ലാം അറിയുന്നു. ആര്? ഭ്രാന്താഹ, ഭ്രാന്തന്മാർ, ഭ്രമിച്ചവർ. ഭ്രമിച്ചവരെന്നുള്ളതിന് തത്വനിർണയ സാമർഥ്യമില്ലാത്തവർ എന്നർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഭ്രമിച്ചവർ. ഭൃശംവാദിനഃ, ഭൃശമായി നിരന്തരമായിട്ട് ശക്തമായിട്ട് വദനം ചെയ്യുന്നവർ, പറയുന്നവർ. ഇങ്ങനെയൊക്കെയുള്ള പല വാദികൾ ഈ ലോകത്തിലുണ്ട്. എങ്ങനെ ഭ്രമിച്ചവർ എന്നുള്ളതിന് ദൃഷ്ടാന്തം പറയുന്നു. സ്ത്രീ ബാലാന്ധജഡോപമാഹ, സ്ത്രീകൾക്കും ബാലന്മാർക്കും അന്ധന്മാർക്കും ജഡന്മാർക്കും തുല്യം ഉപമിക്കേണ്ടവർ. അങ്ങനെയുള്ളവർ ഇവിടെ നമ്മൾ സൂക്ഷ്മമായി വിചാരം ചെയ്യണം, അല്ലാതെ അർത്ഥനിർണയത്തിൽ എത്തരുതാരും. മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ, ഒറ്റപ്പദമാണ്. മായാശക്തിയുടെ വിലാസങ്ങളാൽ കൽപ്പിതങ്ങളായ മഹാവ്യാമോഹങ്ങളെ സംഹരിക്കുന്നവനായിക്കൊണ്ട്, ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട്, ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഇതാ നമസ്കാരം. അപ്പോൾ ഇവിടെ മായാകൽപ്പിത, മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ എന്നാണ് ഗുരുനാഥനെ, ദക്ഷിണാമൂർത്തിയെ, ഭഗവാനെ നമസ്കരിച്ച് പറയുന്നത്. മായാശക്തി, ആ മായാശക്തിയുടെ വിലാസങ്ങൾ, ആ മായാശക്തിയുടെ വിലാസങ്ങളാൽ കൽപ്പിതങ്ങളാകുന്ന മഹാമോഹങ്ങൾ, അവയെ മുഴുവൻ സംഹരിക്കുന്നവനാണ്, ഇല്ലാതാക്കുന്നവനാണ് ഗുരുനാഥൻ, സർവജഗദ്ഗുരുവായ ദക്ഷിണാമൂർത്തി. അതിനെക്കുറിച്ച് നമുക്ക് സൂക്ഷ്മമായി വിചാരം ചെയ്യാം. ഈ വ്യാമോഹം ഒക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സത്യത്തെ ബോധിക്കാൻ കഴിയും. സത്യത്തെ ബോധിക്കാത്ത കാലത്തോളം പല വാദങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയുള്ള വാദങ്ങൾ? അതാണ് പറയുന്നത്, ഞാൻ ആര് എന്ന അന്വേഷണം എക്കാലവുമുണ്ട്. ആരാണ് ഞാൻ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ ചുറ്റുപാട് കാണുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാട് കാണുന്ന ജഗത്ത് എന്നും മനുഷ്യൻ്റെ ജിജ്ഞാസയ്ക്ക് മൂലമാണ്, ബീജമാണ്. കാരണം നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങിയ കാലം മുതൽ അത്യത്ഭുതകരമായ വൈവിധ്യപൂർണങ്ങളായ ഘടകങ്ങളോടുകൂടിയ പ്രപഞ്ചത്തെ നമുക്ക് ചുറ്റും നമ്മൾ കാണുകയാണ്. എന്തെന്തെല്ലാം പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് ചുറ്റും പ്രതിദിനം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രതിഭാസങ്ങൾ പ്രകാശിക്കുകയാണ്. അഗ്നി ജ്വലിക്കുന്നതാകട്ടെ, വായു വീശുന്നതാകട്ടെ, ജലമൊഴുകുന്നതാവട്ടെ,
ചെടികൾ വളരുന്നതാകട്ടെ, ജന്തുക്കൾ ഓടുന്നതാകട്ടെ, ഇന്നതെന്ന് പറയാൻ പറ്റില്ല. നിരന്തരം കോടാനുകോടി വൈവിധ്യപൂർണങ്ങളായ പ്രതിഭാസങ്ങൾ തൻ്റെ മുമ്പിൽ അനാവൃതമാവുകയാണ്. ഓരോന്നും നമുക്ക് ജിജ്ഞാസയെ ജനിപ്പിക്കുന്നു. എന്താണിത്? എന്താണ് ഈ പ്രപഞ്ചം? ഒന്നിനൊന്ന് വിലക്ഷണങ്ങളായ ഘടകങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചം എന്താണ്? ഇതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് നിശ്ചയമായും വ്യക്തമായൊരു നിയമവ്യവസ്ഥ ഇതിനെയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്നുണ്ടെന്ന് മനസ്സിലാവും. കാരണം എല്ലാ പ്രതിഭാസങ്ങളും ഘടകങ്ങളും നിയമിതങ്ങളാണ്, ദേശകാലങ്ങൾക്കനുസരിച്ച് പല പ്രകാരത്തിൽ. അപ്പോൾ ആരാണ് നിയാമകൻ? സർവോപരി ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന ഞാനാരാണ്? ആരാണ് ഞാൻ? ഈ ചോദ്യങ്ങൾ എക്കാലവും മനുഷ്യനിലുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയിട്ടാണ് എല്ലാവരും സത്യാന്വേഷണത്തിലിറങ്ങിയത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയിട്ടാണ് ശാസ്ത്രങ്ങളും ദർശനങ്ങളും ആവിർഭവിക്കുന്നത്. അപ്പോൾ ആര് ഞാൻ എന്ന അന്വേഷണം, അതിന് പല രീതിയിൽ ഉത്തരം കണ്ടെത്തുന്നു. അതിനെയാണ് സൂചിപ്പിക്കുന്നത്. വിശദമായി നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഇനി സനാതനധർമ്മം. മറ്റുള്ളവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നത്. മറ്റുള്ളവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നത് ദയാവഹമാണ്. ഇതിനെക്കുറിച്ച് രാമായണത്തിലും മഹാഭാരതത്തിലും വിവരിക്കുന്ന ചില സന്ദർഭങ്ങളെ താരതമ്യം ചെയ്യുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ പ്രൊഫസർ ഫ്രാൻസിസ്. ഈ സന്ദർഭത്തിൽ നമുക്ക് രാമായണ കഥയിലും മഹാഭാരത കഥയിലും ഉള്ള ചില സന്ദർഭങ്ങൾക്ക് തമ്മിലുള്ള സാദൃശ്യം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സന്ദർഭമാണിത്. മഹാഭാരതത്തിൽ അർജുനൻ യുദ്ധരംഗത്ത് വന്നു. ധനുസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൃഷ്ണനോട് പറഞ്ഞത്, ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപതേ. ഇങ്ങനെ പറഞ്ഞു, രണ്ട് സേനയുടെയും മധ്യത്തിൽ എൻ്റെ രഥം നിർത്തുക, ഞാനൊന്ന് കാണട്ടെ ഇത് ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളത്. ഏതാണ്ട് അതുപോലെയുള്ളൊരു സന്ദർഭം ഇവിടെ. വാൽമീകി മഹർഷി മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ എന്ന ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞ് അദ്ദേഹം ഉടൻ തന്നെ ചിന്തിക്കുകയാണ്. ശോകാർത്തേന അസ്യ ശകുനേഹേ കിമിതം വ്യാഹൃതം മയാ. ഈ ശകുനിയുടെ, ഈ പക്ഷിയുടെ ശോകം കൊണ്ട് ദുഃഖിതനായിത്തീർന്ന ഞാൻ എന്താണിപ്പോൾ പറഞ്ഞത്? ഞാൻ ഈ കാട്ടാളനെ ശപിക്കുകയല്ലേ ചെയ്തത്? ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാനിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അർജുനനുണ്ടായതായ ദ്വാപരം എന്ന് പറഞ്ഞാൽ സംശയം, അർജുനനുണ്ടായ സംശയം അതേപോലെ ഇതാ വാൽമീകിയിലും ഉണ്ടാകുകയാണ്. കിമിതം വ്യാഹൃതം മയ, എന്താണ് ഞാനിപ്പോൾ ചെയ്തത്? എന്തുകൊണ്ടാണ്? കാട്ടാളനല്ലേ ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയത്? കാട്ടാളനിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാവുന്നത് തന്നെയല്ലേ? ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. അർജുനൻ്റെ സന്ദേഹം മാറ്റുവാനായി ശ്രീകൃഷ്ണ ഭഗവാൻ രണ്ടിടത്താണ് ഇത് പറഞ്ഞത്. ഒന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത്. മറ്റുള്ളവൻ്റെ ധർമ്മം നന്നായി അനുഷ്ഠിക്കുന്നതിനേക്കാൾ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ശ്രേയസ്കരം. അതിലിത്തിരി തെറ്റു വന്നാലും അത് ശ്രേയസ്കരമാണ്. സ്വധർമ്മേ നിധനം ശ്രേയഃ, സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നിടത്ത് ഹത്യയും ശ്രേയസ്കരമാണ്. പരധർമ്മോ ഭയാവഹ, മറ്റൊരുവൻ്റെ ധർമ്മം ചെയ്യുന്നത് ഭയാവഹമാണ്, അതൊരിക്കലും പാടില്ല. വീണ്ടും 18-ാമത്തെ അധ്യായത്തിലും അത് പറയുന്നുണ്ട്. എന്താണ്? സ്വധർമ്മം നന്നായി അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്വധർമ്മം ശ്രേയസ്കരമാണ്. എന്നാൽ സ്വന്തം പ്രകൃതിക്ക് അനുസൃതമായ ധർമ്മം ചെയ്യുന്നവൻ ന ആപ്നോതി കിൽബിഷം, അവൻ ഒരിക്കലും പാപമില്ല. സ്വന്തം പ്രകൃതിക്ക് അനുസൃതമായ കർമ്മം ചെയ്യുന്നവന് പാപമില്ല എന്ന്
18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യാധൻ, ഒരു കാട്ടാളൻ തൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരു പക്ഷിയെ നിഗ്രഹിച്ചത് ഇപ്രകാരം ഒരു ദോഷമാണോ? താൻ വിചാരിക്കുന്നത് പോലെയുള്ള ദോഷമാണോ? അല്ല. പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ട്. സ്ഥാവരം ജംഗമം ചെയ്യുക സർവം പ്രാണസ്യ ഭോജനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥാവരമായിട്ടുള്ളതും ജംഗമമായിട്ടുള്ളതും എല്ലാം പ്രാണന് ഭോജനമാണ്. അപ്പോൾ ഒരു ജീവിയെ മറ്റൊരു ജീവി തിന്നുക, അതിനപ്രകാരമാണ് അതിന് ഭക്ഷണം വിധിച്ചിട്ടുള്ളത്. അങ്ങനെ ഭക്ഷണവിധി ഉള്ളപ്പോൾ അത് ചെയ്യുന്നത് ഒരു കുറ്റമാണോ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഉടൻ തന്നെ വാൽമീകി ശിഷ്യനോട് പറഞ്ഞു, ഭരദ്വാജനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വാൽമീകിക്കുണ്ടായ സംശയം നീക്കുവാൻ ഒരു ഹൃഷീകേശൻ്റെ ആവശ്യമില്ല. അർജുനൻ കപിധ്വജനാണ്, എപ്പോഴും ചാഞ്ചല്യങ്ങൾക്ക് അടിമപ്പെടുന്നവനാണ്, കപിധ്വജനാണ്. കപി കുരങ്ങൻ, കപിധ്വജൻ എന്നവിടെ പറയാൻ കാരണം എന്താണ്? ചാഞ്ചല്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അർജുനനിൽ, അതുകൊണ്ടാണ് കപിധ്വജൻ എന്ന് പറയുന്നത്. ആ കപിധ്വജൻ്റെ മനസ്സിലെ ചാഞ്ചല്യങ്ങൾ നീക്കുവാൻ ഒരു ഗരുഡധ്വജൻ തന്നെ അവിടെ ആവശ്യമാണ്, വിഷ്ണു ഭഗവാൻ. എന്നാൽ വാൽമീകി പരിണതപ്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേഹങ്ങൾ നീക്കിക്കൊടുക്കുവാൻ ഒരു ഹൃഷീകേശൻ്റെയോ ഗരുഡധ്വജൻ്റെയോ ആവശ്യം അവിടെയില്ല. അദ്ദേഹം സ്വയമേവ ബോധിച്ചു. അതുകൊണ്ട് ഉടൻ തന്നെ പറഞ്ഞു, ഭരദ്വാജനോട് പറഞ്ഞു, ശോകാർത്തേന അസ്യ ശകുനേഹേ ശ്ലോകോ ഭവതു നാന്യത. എൻ്റെ ഉള്ളിൽ നിന്ന് ശോകാർത്തനായ സമയത്ത് പുറപ്പെട്ടതായ ഈ ശ്ലോകം ശ്ലോകോ ഭവതു നാന്യത, മറ്റൊരു പ്രകാരത്തിലായിത്തീരാൻ പാടില്ല. ഏതാണ് മറ്റൊരു പ്രകാരം? നാം ആദ്യം ചിന്തിച്ച പ്രകാരമാണ് അത്. അതെന്തായിരുന്നു? അതൊരു ശാപം. ആ ശാപമാകാൻ പാടില്ല, ഇതൊരു ശ്ലോകമാകണം. ശ്ലോകം എന്താണ്? ഉപശ്ലോകനം ചെയ്യുന്നത്, വർണ്ണിക്കുന്നത്, കീർത്തിക്കുന്നത് ആണ് ശ്ലോകം. അപ്പോൾ ഇത് മറ്റതെന്താണ്? ആദ്യം പറഞ്ഞത് എന്താണ്? ശാപമാണ്, അതൊരു കീർത്തനമല്ല. ഇതൊരു കീർത്തനമായി മാറട്ടെ. അതിനുള്ള പ്രഭാവം ആർക്കുണ്ട്? മഹർഷിക്കുണ്ട്. ഉത്തരാമിചരിതം എന്ന നാടകം രചിച്ച ഭൗഭൂതി, അദ്ദേഹം ശരിക്കും ഒരു വിപ്ലവകാരിയാണ്. എല്ലാ സാമ്പ്രദായികമായിട്ടുള്ള നയങ്ങളെയും മാറ്റി തൻ്റേതായ ഒരു കവനമാർഗം കണ്ടെത്തിയ ആളാണ് ഭൗഭൂതി. ശോകരസപ്രധാനമായിട്ട് നാടകം ഉണ്ടാകില്ല എന്നുള്ള വിധിയുള്ള സമയത്താണ് അദ്ദേഹം ശോകരസപ്രധാനമായിട്ട് ഉത്തരരാമചരിതം രചിച്ചത്. രചിക്കുക മാത്രമല്ല, ഒരേ ഒരു രസമേ ഉള്ളൂ, അത് ശോകമാണ്. ആ ശോകം എങ്ങനെയാകണം? അഭിഗ്രാവാരോദിത്യഭിദളതി വജ്രസ്യ ഹൃദയം, കരിങ്കല്ലും കരയണം, വജ്രത്തിൻ്റെ ഹൃദയവും പിളരണം, ആ വിധത്തിലുള്ള ദുഃഖം അതാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ വിപ്ലവകാരിയാണ് ഭൗഭൂതി. അപ്പോൾ അദ്ദേഹം പക്ഷെ പറയുന്നുണ്ട്, ലൗകികാനാം ഹി സാധൂനാം അർത്ഥം വാഗ് അനുവർത്തതേ, ഋഷീണാം പുനരാദ്യാനാം വാചം അർത്ഥോനുധാവതി. സാധാരണ ആളുകൾ അർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ട് വാക്ക് പ്രയോഗിക്കുന്നു. എന്നാൽ പുരാതനന്മാരായ ഋഷിമാരുടെ വാക്കിന് അർത്ഥം വന്നു ചേരുന്നു. അപ്പോൾ വാൽമീകി പറഞ്ഞ വാക്കിന് അർത്ഥം വന്നു ചേരുകയാണ്, വാൽമീകി ഉദ്ദേശിച്ചതുപോലെയുള്ള അർത്ഥം. അപ്പോൾ മാ നിഷാദ എന്ന രണ്ട് പദങ്ങൾ ഒന്നായി ചേർന്ന് മാ നിഷാദ എന്നായി. മാ നിഷാദൻ, മാ മഹാലക്ഷ്മി, നിഷീദതി അസ്മിൻ ഇതി മാ നിഷാദ. മഹാലക്ഷ്മി ആരിൽ നിവസിക്കുന്നുവോ അദ്ദേഹമാണ് മാ നിഷാദൻ, ശ്രീനിവാസൻ എന്നർത്ഥം. അപ്പോൾ മഹാലക്ഷ്മിക്ക് നിവാസമായിരിക്കുന്ന അല്ലയോ വിഷ്ണു ഭഗവാനെ, അങ്ങ് ഈ ഭൂമിയിൽ ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചിരിക്കുന്നു, ജനഹൃദയങ്ങളിൽ അങ്ങേക്ക് പ്രതിഷ്ഠ ലഭിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ക്രൗഞ്ചമിഥുനം, ക്രൗഞ്ച ശബ്ദത്തിന് രാക്ഷസവിശേഷ എന്നർത്ഥം പറഞ്ഞിരിക്കുന്നു ശബ്ദകൽപ്പദ്രുമത്തിൽ. അപ്പോൾ രാക്ഷസന്മാരിൽ ആരെയാണ്? കാമമോഹിതനായ ഒന്നിനെ നീ കൊന്നു. ഏതാണ് രാക്ഷസമിഥുനം? അവിടെ രാവണനും മണ്ഡോദരിയും. അതിൽ കാമമോഹിതനായിട്ടുള്ളത് ആരാണ്? രാവണനാണ്. മണ്ഡോദരി കാമമോഹിതയൊന്നല്ല, പഞ്ചകന്യകമാരിൽ ഒരാളാണ്, അല്ലേ? അപ്പോൾ ആ കാമമോഹിതനായ രാക്ഷസനെ നീ നിഗ്രഹിച്ചു, രാവണനെ നിഗ്രഹിച്ച് ലോകത്തെ അയാളുടെ അതിഭയാനകമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് അങ്ങേക്ക് ഈ ഭൂമിയിൽ ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചിരിക്കുന്നു എന്നർത്ഥം അവിടെ വന്നു ചേരുന്നു. ഈ അർത്ഥം സംസ്കൃതത്തിൻ്റെ വ്യാകരണമനുസരിച്ച് കുറേ കൂടെ സുസംഗതമായി തീരുകയും ചെയ്യുന്നുണ്ട്. മാ
അഗമഹ എന്ന് പറയില്ല. അതുകൊണ്ടാണ് മാനിഷാദ എന്നായി അഗമഹ എന്ന പദം അവിടെ ചേരുന്നത്. ഇങ്ങനെ വ്യാകരണത്തിൻ്റെ ആ കൃത്യമായ നിയമം അനുസരിക്കത്തക്ക വിധത്തിലുള്ള ശരിയായി അർത്ഥമായി വാൽമീകിയുടെ ഈ തിരുത്തലോട് കൂടിയിട്ട് ഇതൊരു ശ്ലോകമാകട്ടെ എന്ന ആ നിയോഗത്തോടു കൂടി ശരിയായ അർത്ഥം അതിന് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പൂജ്യപദം അരികെ പുണ്യം നിറയുകയായി മനസ്സിൽ, ജന്മം വിടരുകയായുഷസ്സിൽ, അശരണ വേദനയാൽ നീറും മകമിഴി തഴുകാനായി ആലത്തിയൂ ആഞ്ജനേയന്റെ അരിവിലു തൊഴുതിടവേ ഞാനും പുതിയൊരു ഗതിയാണിതാ സ്വാമി. തൃക്കോവിൽ ഹനുമാനു പൂജ